ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. നോക്കൂ, യേശു തൻ്റെ ശിഷ്യന്മാരോടായാലും എല്ലാവരോടും ഇതാണ് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ആരാണ് എന്നെ സ്നേഹിക്കുന്നവൻ? 14-ാം അധ്യായം 21 പറയുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. നോക്കൂ, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ അങ്ങനെയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവർ യേശുവിനെ അറിയുവാനും ഇടയായി തീരുന്നുണ്ട്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയും ആരാണെന്ന് അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ദൈവവചനം പ്രമാണിക്കുന്നവനെ ദൈവം സ്നേഹിക്കുകയും അവനോടൊപ്പം വാസം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ മക്കളെ, കർത്താവിൻ്റെ കൂടെയുള്ള വാസം സന്തോഷവും സമാധാനവുമായിരിക്കും. ഹല്ലേലൂയ. യേശുവപ്പനിലൂടെ നടക്കുന്നവർക്ക് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നു. കർത്താവിനെ നാം സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലും നിശ്ചയമായി കർത്താവ് വരും. ആ ദൈവ സ്നേഹം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെയും ശത്രുവിന് തൊടുവാൻ സാധിക്കില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം കർത്താവിനെ ഭയപ്പെട്ട് തൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം. നാം ചോദ്യം ചെയ്യുന്നവരാകരുത്. ഹല്ലേലൂയ. നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. അതായത് നാം അനുസരിക്കുന്നവരായിരിക്കണം. കർത്താവ് പറയുന്നത് അനുസരിച്ച് അത് ചെയ്താൽ ആരും ഉദ്ദേശിക്കാത്ത, അതായത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി തീരത്തക്കവണ്ണം ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, ഒരു മണവും ഗുണവും നിറവും ഇല്ലാത്ത കിണറ്റിൽ നിന്ന് കോരിയെടുത്ത പച്ചവെള്ളത്തെ അതുവരെ കുടിച്ച വീഞ്ഞിൽ നിന്ന് രുചിയേറിയ വീഞ്ഞാക്കി മാറ്റുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ പ്രിയ മക്കളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. നാം വിചാരിക്കും ഇതുകൊണ്ടൊന്നും സാധ്യമല്ല, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല. പക്ഷേ യേശുപ്പച്ചൻ്റെ ഒരു കരം മതി, ഒരു വാക്ക് മതി. ഹല്ലേലൂയ. അതായത് മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നോക്കൂ, നാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണോ അവിടെ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അനുസരിച്ചാൽ ദൈവപ്രവൃത്തി അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാനും അത് അനുഭവിപ്പാനും ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവകരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അനുസരിക്കുന്നവരിലും വിശ്വസിക്കുന്നവരുമല്ലാതെ ദൈവമഹത്വം വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. അനുസരിച്ച വാക്കുകൾക്ക് ഹല്ലേലൂയ വല ഇറക്കുമ്പോൾ ഹല്ലേലൂയ വല കീറാറാകുമ്പോൾ ഹല്ലേലൂയ മീനിനെ ലഭിച്ചുവെങ്കിൽ പ്രിയ മക്കളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അധികമായിട്ട് കർത്താവ് തരുവാൻ ഹല്ലേലൂയ ഇന്നും ഒരുക്കത്തോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അനുസരിക്കുവാനും വിശ്വസിക്കുവാനും വേണ്ടി എത്ര പേരാണ് മനസ്സ് വെക്കുന്നത്? ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാറില്ലേ? അപ്പ എന്നെ കൊണ്ടൊന്നും സാധ്യമാകില്ല, അപ്പ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. നാം ക്ഷീണിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദുഷ്ടൻ നമ്മുടെ അടുക്കൽ കടന്നു വരുന്നത്, അപ്പോഴാണ് കള വിതറുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അടുത്തു പോകരുത്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി സകല
സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അടുത്തു പോകരുത്. നാം ഓട്ടം നിർത്തിയാൽ, നാം ക്ഷീണിച്ചു പോയാൽ അവിടെ ദുഷ്ടൻ കടന്നു വരും. ഹല്ലേലൂയ. അവിടെ സ്ഥാനം പിടിക്കുവാൻ ഇടയായിത്തീരും. അതിന് നാം തന്നെയാണ് ഇടം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദുഷ്കാലമാകയാൽ ഹല്ലേലൂയ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. മടുക്കാതിരിപ്പ്. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 12:3 പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊൾവിൻ. ഹല്ലേലൂയ. നോക്കൂ, ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ യേശുവിന്റെ ക്രൂശിലേക്ക് നാം നോക്കണം. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വരെ ഹല്ലേലൂയ നീക്കി തന്ന, നമുക്ക് വേണ്ടി തന്ന ആ കർത്താവിനെ ആ ക്രൂശിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തണം. ഹല്ലേലൂയ. അപ്പ എനിക്ക് വേണ്ടിയാണ്, എന്നെ സ്നേഹിച്ച അപ്പനാണ്, എന്നെ വീണ്ടെടുത്ത അപ്പനാണ്, എനിക്ക് വേണ്ടിയാണ് ഈ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി തന്നെന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. നാം യഹോവയെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമാകണം. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവിക സ്നേഹം അത് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് നമ്മൾ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി, കർത്താവിലേക്ക് മറ്റുള്ളവരെ നേടുന്നവരായി തീരുവാൻ ഈ നാളുകളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എന്നിലൂടെ മറ്റുള്ളവർ രക്ഷിക്കപ്പെടുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം അറിയുവാൻ ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 16:22 പറയുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിൽ നിന്നുള്ള ആ ദൈവ സ്നേഹം മനസ്സിലാക്കി ശാപത്തിനിടയാക്കാതെ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, കർത്താവിനെ നാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരുക്കമുള്ളവരാകുമ്പോൾ കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം, നമ്മെ വിളിച്ചു വാർതിരിച്ച കർത്താവിന്റെ ആ സ്നേഹം നമ്മളിലുള്ള, നമുക്ക് എങ്ങനെ അപ്പൻ നമ്മെ സ്നേഹിച്ചോ ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരും യേശുവിനെ അറിയുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ഒരു ശമരിയ സ്ത്രീ മൂലം ആ ശമരിയ പട്ടണം യേശുവിനെ അറിയുവാൻ സാധിച്ചതുപോലെ ഇന്ന് വചനം കേൾക്കുന്നവരിലൂടെ നാം പാർക്കുന്ന ദേശം, നാം ഇടപെടുന്ന ജീവിതങ്ങൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് എന്നിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയാത്തരണം. കർത്താവ് തന്ന താലന്തുകൾ കുഴിച്ചിടാതെ ഈ നാളുകളിൽ കർത്താവിന് പ്രയോജനപ്പെട്ട് ജീവിപ്പാൻ നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാ, കർത്താവ് എന്നിലൂടെ എന്ത് ചെയ്തെടുക്കുവാൻ സാധിക്കും? കർത്താവ് എന്നെ ഉപയോഗിച്ചെടുക്കണമേ. കർത്താവിന് കൊള്ളാകുന്ന ഒരു മകളായി, മകനായി എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4:29 ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മോട് പറയുന്ന, ഹല്ലേലൂയ, നാം ചെയ്തതൊക്കെയും പറഞ്ഞു തരുന്ന ഒരു കർത്താവാ, നമ്മെ ദൂരത്ത് നിന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കുന്ന കർത്താവാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഹല്ലേലൂയ അറിയുന്നതിലും നമ്മെ സ്നേഹിച്ച കർത്താവപ്പച്ചൻ ഹല്ലേലൂയ നമ്മെ എത്രമാത്രം ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം നമ്മെ ഉയരത്തിൽ കൊണ്ടെത്തിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്ക് പറയാം, എന്നെ രക്ഷിച്ച യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലൊന്ന് ആഴമായിട്ട് സ്നേഹിക്കൂ, ആ യേശു നിങ്ങളെയും വിടുവിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ വിടുവിച്ച കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കൂ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിച്ച് മുന്നേറുമ്പോൾ കർത്താവിന്റെ ആ പൂർണ്ണത നമ്മളിലേക്ക് പകർന്നു തരും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ ആഴമായിട്ട് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, അതിലൊരു വ്യക്തി ഞാനായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്കിടയായി തീരട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും വേർപിരിപ്പാൻ സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, ആ സ്നേഹം
സ്നേഹം അന്ത്യം വരെ നമ്മോട് കൂടെയുണ്ട്. അപ്പൻ നമ്മെ കൈവിടുകയില്ല. അപ്പൻ ചേർത്ത് പിടിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ അപ്പന്റെ വചനം പ്രമാണിച്ച് ജീവിക്കുവാൻ, ആ ദൈവസ്നേഹം അറിഞ്ഞു ജീവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുപ്പച്ചന്റെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. അത് നിത്യത വരെയും കൊണ്ടെത്തിക്കുന്ന വചനമാണ്. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ വചനം പ്രമാണിച്ച് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.